വെള്ളാപ്പള്ളി വി ഡി സതീശനെ വെല്ലുവിളിച്ചു. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു UDF അടപടലം തോക്കും. ഒരു 98 സീറ്റ് UDF നേടുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഈ പരിപാടി വച്ച് അവസാനിപ്പിക്കാം. ഏത് പരിപാടി? SNDPയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം വച്ച് ഒഴിയാം. അത്രമാത്രം കണിശതയോടുകൂടിയാണ് വെള്ളാപ്പള്ളി വി ഡി സതീശനെ വെല്ലുവിളിച്ചത്. വി ഡി സതീശൻ എന്ത് ചെയ്തു? ആ വെല്ലുവിളി സ്വയം അങ്ങ് ഏറ്റെടുത്തു. അത് ഒരു ക്രെഡിറ്റാണ്. കാരണം വി ഡി സതീശൻ പറഞ്ഞു, ഞങ്ങൾ 98 അല്ല, ഞങ്ങൾ അതിലും കുറച്ചുകൂടി സീറ്റ് 100-ലധികം സീറ്റുകൾ നേടി UDF 2026 കേരളത്തിൽ അധികാരത്തിൽ വരും. അങ്ങനെ സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. വെള്ളാപ്പള്ളിയുടെ വെല്ലുവിളി ഞാൻ സ്വീകരിക്കുന്നു. ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. എന്നാൽ വെള്ളാപ്പള്ളി ആ സ്ഥാനമൊന്നും ഒഴിയരുത്. UDF അധികാരത്തിൽ വന്നാൽ ഈ വെള്ളാപ്പള്ളി ആ സ്ഥാനം ഒഴിയരുതേ ദൈവത്തെ ഓർത്ത്. നിങ്ങൾ അവിടെ തന്നെ കടിച്ചു തൂങ്ങിക്കിടക്കണം. ഗുരുദേവന്റെ സർവമാന തത്വങ്ങളും ഗുരുദേവന്റെ പ്രബോധനങ്ങളും കാറ്റിൽ പറത്തി ഈഴവ സമുദായത്തെ മുഴുവൻ നാശത്തിന്റെ വക്കിലേക്ക് കൊണ്ടുചെന്ന നിങ്ങൾ SNDPയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തന്നെ തുടരണം. നിങ്ങളുടെ ആജീവനാന്ത, അതായത് നിങ്ങളെ മരണം വരെയും ആ സ്ഥാനത്ത് തന്നെ ഇരിക്കണമെന്നാണ് വി ഡി സതീശൻ വെള്ളാപ്പള്ളിക്ക് ഒരൊറ്റ അടി കൊടുക്കുന്നത് പോലെ മറുപടി പറഞ്ഞത്. വി ഡി സതീശൻ ചില കാര്യങ്ങളിൽ, വി ഡി സതീശന് അങ്ങ് വാനോളം പുകഴ്ത്താനും കഴിയില്ല, ഒരുപാട് ഉടായ്പകൾ കയ്യിലുണ്ട്. എങ്കിലും വി ഡി സതീശൻ ചില കാര്യങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ കണിശതയുള്ളതാണ്. ഇവിടെ വി ഡി സതീശൻ എടുത്ത തീരുമാനം, വെള്ളാപ്പള്ളിക്ക് കൊടുത്ത മറുപടി, അത് കണിശതയുള്ളതാണ്. അത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെ ത്രസിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ ജനങ്ങളിൽ ഒരു പ്രതിപക്ഷ നേതാവിനുള്ള വിശ്വാസം ഊട്ടി ഉറപ്പിക്കുന്നത് കൂടിയാണ് വെള്ളാപ്പള്ളിക്കുള്ള മറുപടി. ശരിക്കും വെള്ളാപ്പള്ളിയും ആഗ്രഹിച്ചത് ഇത് തന്നെയാണ്. വെള്ളാപ്പള്ളി സംഗതി ഇടതുമുന്നണിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ BJPക്ക് വേണ്ടിയോ ആണ് ഈ കുഴലൊത്ത് നടത്തുന്നത് എന്ന് പൊതുവേ പരാമർശമുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമല്ല. വെള്ളാപ്പള്ളിക്ക് അറിയാം പിണറായി വിജയന്റെ ഭരണം വളരെ മോശമാണ്. പിണറായി വിജയന് ഇനി ആളുകൾ വോട്ട് ചെയ്യില്ല, ഇടതുമുന്നണിക്ക് ആളുകൾ വോട്ട് ചെയ്യില്ല. പക്ഷേ അങ്ങനെ നേരിട്ട് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി BJPക്ക് വേണ്ടി ചരട് വലിച്ചു എന്ന് വിമർശനം വന്നപ്പോൾ നാട് നീളെ CPM വെള്ളാപ്പള്ളിയെ താറടിച്ച് കാണിച്ചു. നേതാക്കൾ ഒന്നടങ്കം വെള്ളാപ്പള്ളിയെ താറടിച്ചു. അതൊക്കെ നമുക്കറിയാം. അങ്ങനെ ഒരു താറടി വന്നു കഴിഞ്ഞാൽ, അങ്ങനെ വീണ്ടും കരിവാരി തേക്കപ്പെട്ട് കഴിഞ്ഞാൽ വെള്ളാപ്പള്ളിയുടെ ഇമേജിന് കോട്ടം തട്ടും. അതുകൊണ്ടാണ് പിണറായിയെ പിണക്കാനും പറ്റില്ല, ഇടതുമുന്നണിയെ ഒട്ടും പിണക്കാൻ പറ്റില്ല, എന്നാൽ സതീശനെ ഒന്ന് കുടയുകയും വേണം, സതീശൻ ഉയർത്തെണീൽക്കുകയും വേണം, അധികാരമാറ്റം ഉണ്ടാവുകയും വേണം എന്ന ഒരു അണ്ടർഗ്രൗണ്ട് ബുദ്ധിയാണ് വെള്ളാപ്പള്ളിയെ കൊണ്ട് ഇങ്ങനെ പറയിച്ചതെന്ന് ഒരു ഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും മനസ്സിലായി കാണും. കാരണം വെള്ളാപ്പള്ളി ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണല്ലോ സതീശൻ ജനങ്ങൾക്ക് ആവേശം നൽകുന്ന തരത്തിൽ മറുപടി പറഞ്ഞത്. 98 അല്ല, 100 സീറ്റുകളിൽ അധികം നേടി UDF അധികാരത്തിൽ വരുമെന്ന്.